കനത്ത ചൂടെന്ന് പറയുമ്പോൾ അത് മനുഷ്യർക്ക് മാത്രമല്ല കേട്ടോ, വളർത്തുമൃഗങ്ങൾക്ക് ഒരു രക്ഷയില്ല എന്നതാണ്. കഴിഞ്ഞ ദിവസം മൃഗശാലയിൽ നിന്ന് അവരുടെ ജീവിത രീതിയൊക്കെ മാറ്റിയത്, അവർക്ക് കൊടുക്കുന്ന ഭക്ഷണ രീതിയൊക്കെ മാറ്റിയത് നമ്മുടെ സുരിഷ അയ്യല്ലൂർ കാണിച്ചു തന്നിരുന്നു. പക്ഷേ സാധാരണക്കാരായ വീട്ടുകളിൽ കന്നുകാലികൾ വളർത്തുന്നവർ എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കണം. കന്നുകാലികളെ മാത്രം ആശ്രയിച്ച് കുടുംബം പോറ്റുന്ന ക്ഷീര കർഷകരൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്. പാലുൽപാദനം കുറഞ്ഞതിനൊപ്പം കാലിത്തീറ്റ വില കൂടിയതും ചൂട് താങ്ങാനാകാതെ കന്നുകാലികൾ കുഴഞ്ഞു വീണ് ചാകുന്നതുമൊക്കെ ക്ഷീര കർഷകരെ തളർത്തുകയാണ്. സിനോജ് തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ചൂട് കൂടിയതോടെ പച്ചപ്പുല്ല് കിട്ടാനില്ല, മനുഷ്യർക്ക് പോലും കുടിക്കാനുള്ള വെള്ളമില്ലാത്ത അവസ്ഥയാണ്. ആ ഘട്ടത്തിലാണ് കന്നുകാലികളെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ക്ഷീര കർഷകർ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഞാനുള്ളത് കോഴിക്കോട് പന്തീരങ്കാവിലെ സലീഫ് മാഷിന്റെ ഫാമിലാണ്. 10 താഴെ പശുക്കൾ മാത്രമാണുള്ളത്. എങ്ങനെ മാഷെ പശുക്കൾ മാനേജ് ചെയ്യുന്നത് വേനൽക്കാലത്ത്? പശുക്കളെ സാധാരണഗതിയിൽ നിന്ന് മാറ്റം വരുത്തേണ്ടതുണ്ട്. തീറ്റക്രമത്തിൽ മാറ്റം വരുത്തണം. സാധാരണ കുളിപ്പിക്കുന്നത് 2 പ്രാവശ്യമാണെങ്കിൽ അത് 4 പ്രാവശ്യവും 5 പ്രാവശ്യവും കുളിപ്പിച്ചാൽ മതിയാവാത്ത അവസ്ഥയാണ്. വെള്ളത്തിന്റെ ലഭ്യതക്കുറവുണ്ട്. അതുപോലെ പശു തീറ്റ എടുക്കാത്ത പ്രയാസം, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാണ് വേനൽക്കാലത്ത് പശു വളർത്തൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചില പശുക്കൾ ഇങ്ങനെ കിതയ്ക്കുന്ന കാണുന്നുണ്ടല്ലോ. പശു ഹീറ്റ് കൂടുമ്പോൾ ഈ പശുക്കളൊക്കെ നമുക്ക് കണ്ടാലറിയാം ബ്രീഡ് കൂടിയ പശുക്കളാണ്. അവർക്ക് താങ്ങാവുന്നതിനപ്പുറമുള്ള ചൂടാണ് വരുന്നത്. അപ്പോൾ അവർ ഈ ഹീറ്റ് കൂടുമ്പോൾ വീണ് പോകുന്ന അവസ്ഥ വരും. അതുപോലെ തന്നെ പശു പ്രസവിക്കാനുള്ള പശുക്കളാണെങ്കിൽ നേരത്തെ പ്രസവിച്ചു പോയാൽ ചത്തുപോകുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ വളരെയധികം പ്രയാസങ്ങളാണ് ഈ ചൂടുകാലത്ത് അനുഭവപ്പെടുന്നത്. ഈ ഫാൻ 24 മണിക്കൂർ ഇട്ടിട്ടും ഒരു ഉപകാരമില്ല അല്ലേ? ഫാൻ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഈ കിതപ്പെല്ലാം ഉണ്ടാവുക. ഇതിലപ്പുറമുള്ള കിതപ്പാണ് പശുക്കൾക്ക് ഉണ്ടാവുക. ഫാന് ചൂടുള്ള കാറ്റാണ് താഴത്ത് വരുന്നത്. അതും പശുക്കൾക്ക് അത്രത്തോളം ഇല്ല. എന്നാലും കറണ്ട് പോയി കഴിഞ്ഞാൽ പശുക്കൾ കൂടുതൽ കിതയ്ക്കുന്നതും പിറ്റേ ദിവസം പാല് കുറവൊക്കെ കാണാം. ഈ പാല് എത്ര ലിറ്ററാ കുറവ് വരുന്ന ഒരു പശുവിന്? ഒരു 20 ലിറ്റർ 25 ലിറ്റർ പശു പാല് കറക്കുന്ന പശു അതിന്റെ ഉൽപാദനം പകുതിയാകുന്ന അവസ്ഥ. അത് മാത്രമല്ല, അതിന് ഓരോ അസുഖങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പച്ചപ്പുല്ല് കിട്ടാനില്ലല്ലോ. അപ്പൊ എങ്ങനെ മാനേജ് ചെയ്യുന്നത്? മറ്റ് തീറ്റകളൊക്കെ വാങ്ങാൻ വില കൂടിയോ? ഈ ജോലി കഴിഞ്ഞ് ഈ പച്ചപ്പുല്ല് നമ്മൾ അരിയാൻ പോയാലോ മറ്റേ തൊഴിലാളികൾ വെച്ച് അരിപ്പിക്കുമ്പോഴോ ഈ ചൂട് കാരണം അവർക്ക് അരിഞ്ഞു കൊണ്ടുവരാനും കഴിയില്ല. പച്ചപ്പുല്ല് അധികം ഉണങ്ങി ഇല്ലാതെയാവുന്ന അവസ്ഥയാണ്, നന കിട്ടാത്തത് കൊണ്ടൊക്കെ. അപ്പൊ സൈലേജിനെയാണ് നമ്മളിപ്പോൾ ആശ്രയിക്കുന്നുണ്ട്. അതാണെങ്കിൽ 1 കിലോക്ക് 10 രൂപ ഒക്കെ വില വരുന്നുണ്ട്. വില കൂടിയോ വേനൽക്കാലത്ത്? വേനൽക്കാലത്ത് കാലിത്തീറ്റക്ക് ഈ 3 മാസത്തിനടക്ക് 110 രൂപയാണ് KS സുപ്രീമിന് കാലിത്തീറ്റക്ക് വില കൂടിയത്. അതുപോലെ തന്നെ ഈ പാലുൽപാദനമില്ലാത്ത പശുക്കൾ കൊടുക്കുന്ന തീറ്റക്ക് 90 രൂപ കൂടിയിട്ടുണ്ട്. എല്ലാ തീറ്റക്കും വലിയ വർധനവാണ്. പക്ഷേ പാൽവിലയിൽ യാതൊരു മാറ്റവും ഇല്ലാതെ തുടരുകയാണ്. പാൽവില വർദ്ധിപ്പിക്കുമെന്ന് മിൽമ പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെ അതിനകത്ത് ഒരു അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ല. കനത്ത ചൂടിൽ മനുഷ്യർക്ക് മാത്രമല്ല പ്രയാസം, വളർത്തുമൃഗങ്ങളും പാടുപെടുകയാണ് ഈ കനത്ത ചൂടിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് മകേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്. റിപ്പോർട്ടർ. അതാണ് സിനോജ് പറഞ്ഞതുപോലെ ഈ വളർത്തുമൃഗങ്ങളുടെ കാര്യം വലിയ കഷ്ടമാണ്. തുറസായ സ്ഥലത്ത് മേയാൻ വിടരുത്, കനത്ത വെയിലിൽ മേയാൻ വിടരുതെന്നാണ് ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ധാരാളം